ഇന്നത്തെ തീം സെൽഫ് എസ്റ്റീം. ഇത് എടുക്കാനായി എന്നിൽ വിശ്വാസം അർപ്പിച്ച ഉണ്ണീഷ്ണൻ സാറിനും ജോർജ് സാറിനോടും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു, വളരെ ആദരവോടെ. ഈ ഉദ്യമം വിജയിക്കട്ടെ എന്നുള്ള ഒരു തയ്യാറെടുപ്പിനായി എന്നെ സഹായിച്ച മൈൻഡ്ഫുൾനെസ്സിലെ മെൻറ്റേഴ്സിനോട്, ഓരോ വ്യക്തികളോടും, ഈ പ്രപഞ്ച ശക്തികളോടും, നിങ്ങളോടെല്ലാവരോടും, നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടി ഞാൻ ഈ സെക്ഷനിലേക്ക് കിടക്കാം. ഇന്ന് സെൽഫ് എസ്റ്റീം വ്യക്തിത്വ വികസനത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും അടിത്തറയായ സെൽഫ് എസ്റ്റീം. നമ്മൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സെൽഫ് എസ്റ്റീമിന് കുറവ് സംഭവിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ചേക്കാവുന്ന പ്രശ്നങ്ങൾ. ഇനി സെൽഫ് എസ്റ്റീം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിലേക്ക് ഒരു എത്തിനോട്ടം. കെൻ കേസ് ഒരു പ്രസിദ്ധി കേട്ട മോട്ടിവേഷണൽ സ്പീക്കറും റൈറ്ററുമാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നോ മാറ്റർ അവർ പാസ്റ്റ് ആക്ഷൻസ്, ഈച്ച് ഡേ അവർ ലൈഫ് ബിഗിൻസ് എ ന്യൂ വിത്ത് എ ഹൈ ലെവൽ ഓഫ് സെൽഫ് എസ്റ്റീം. ഭൂതകാലത്തിലെ ഓർമ്മകളെയെല്ലാം ഒരു നിഴലിനു പിന്നിലാക്കി ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ അവസരം ആക്കിക്കൊണ്ട് നാം ഇവിടെ നിന്ന് യാത്ര തുടങ്ങാം. അതിന് അത്യാവശ്യമായ ഒരു കാര്യമാണ് സെൽഫ് എസ്റ്റീം. ഒരു കൊച്ചു വിത്തിന് ഒരു വലിയ മരമായി വളർന്ന് ഉപാധികളില്ലാതെ എല്ലാവർക്കും നിഴലേകുന്ന ഒരു വൻ വൃക്ഷമായി മാറാൻ സാധിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലും വളർച്ചയിലേക്കുള്ള സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്നു. നമ്മിലുള്ള കഴിവുകൾ, ഭാവിയിൽ നമ്മൾ ആകാനിരിക്കുന്ന ഒരു വ്യക്തിത്വം, ഇതൊക്കെ ഓരോ പുലരിയിലും വെളിച്ചത്തോടെ സ്വപ്നം കണ്ട് ആ സ്വപ്ന സാഫല്യത്തിലെത്താൻ നമ്മെ സഹായിക്കുന്നു സെൽഫ് എസ്റ്റീം. സെൽഫ് എസ്റ്റീം വെബ്സൈറ്റ് പ്രകാരം അതിൻ്റെ മലയാളത്തിലുള്ള നിർവചനം ആത്മമാന്യമായ വിലയിരുത്തൽ എന്നാണ്. സെൽഫ് എസ്റ്റീം ഈസ് ദ കോൺഫിഡൻസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഇൻ വൺ സെൽഫ്. It refers to what you think about yourself. ആത്മമാന്യമായ വിലയിരുത്തൽ താൻ തനിക്ക് എത്രമാത്രം മൂല്യം നൽകുന്നു എന്ന വിലയിരുത്തൽ. അതൊരു ആന്തരികമായ മനോഭാവമാണ്. ഞാൻ വിലപ്പെട്ടവനാണ് എന്ന ഉറച്ച വിശ്വാസം. ഒന്ന് ഓർക്കണം, ഞാൻ മറ്റുള്ളവരെക്കാൾ കേമനാണ് എന്ന ചിന്തയല്ല ഇത്. തൻ്റെ കഴിവുകളും പരിമിതികളും തിരിച്ചറിയുന്ന ഒരു വ്യക്തിയുടെ ഗുണം. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഞാനും നല്ല ആത്മാഭിമാനമുള്ള ആളാണ്, എനിക്ക് വലിയൊരു ആത്മാഭിമാനം. അങ്ങനെ ഒരു ആഹ്വാനം ചെയ്യേണ്ട കാര്യമേ ഇല്ല. അത് സംതൃപ്തിയോടെ നമ്മെ ജീവിക്കാൻ സഹായിക്കുന്ന ശാന്തമായ ഒരു ശക്തിയായി നമുക്ക് സെൽഫ് എസ്റ്റീമിനെ കണക്കാക്കാം. ഇനി ഹൗ ടു ബൂസ്റ്റ് സെൽഫ് എസ്റ്റീം. അതിനു മുന്നേ നമുക്ക് നമ്മുടെ സെൽഫ് എസ്റ്റീമിൻ്റെ സ്റ്റേറ്റസ് എത്രയുണ്ട് എന്ന് നോക്കാം. ഡു യു ഹാവ് സെൽഫ് എസ്റ്റീം? തംസ് അപ്പ് ഇഫ് ദിസ് സൗണ്ട്സ് ലൈക്ക് യു. ഞാനിവിടെ ഒരു 8 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് അടുത്ത സ്ലൈഡിൽ, അതിൽ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളെ താരതമ്യം ചെയ്ത് ഒരു ശരിയായി ഇത് ഞാനും ഇങ്ങനെയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു തംസപ്പ്. ഇത് ആരെയും കാണിക്കേണ്ടതില്ല, ഒരു സ്വയം അവലോകനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തംസപ്പ്. ഐ ഫീൽ വർത്തി ഓഫ് ലവ് ആൻഡ് റെസ്പെക്റ്റ്. സ്നേഹവും ബഹുമാനവും ഏറ്റുവാങ്ങാൻ ഞാൻ അർഹനാണെന്ന് വിശ്വസിക്കുന്നു. ഐ ക്യാൻ ഹാൻഡിൽ ക്രിറ്റിസിസം വിത്തൗട്ട് ബ്രേക്കിംഗ് ഡൗൺ. ഞാൻ വിമർശനങ്ങളെ അതിൻ്റെ അവബോധത്തോടെ നേരിടാറുണ്ട്. വിമർശനങ്ങളിൽ ഞാൻ തളരാറില്ല. ഐ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ മൈ ആക്ഷൻസ്. എൻ്റെ പ്രവൃത്തികളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കാറുണ്ട്. പരാജയങ്ങളിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താറില്ല. ഐ അക്സെപ്റ്റ് മൈസെൽഫ് ആസ് ഐ ആം, ഇൻക്ലൂഡിങ് മൈ ഫ്ലോസ്. എനിക്കുള്ള അപൂർണതകൾ ഉൾപ്പെടെ ഞാൻ എങ്ങനെയാണോ അതുപോലെ എന്നെ അംഗീകരിക്കുന്നു. ഐ സെറ്റ് ഹെൽത്തി ബൗണ്ടറീസ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായി ബന്ധങ്ങളിൽ ഞാൻ ആരോഗ്യകരമായ ഒരു അതിർത്തി പാലിക്കാറുണ്ട്. അറ്റാച്ച്മെൻറ്റ് വിത്ത് ഡിറ്റാച്ച്മെൻറ്റ്. I speak positively about myself even in tough times.
വളരെ കഠിനമായ സമയങ്ങളിലും ഞാൻ എന്നെ ഇകഴ്ത്തി സംസാരിക്കാതെ എന്നെക്കുറിച്ച് പോസിറ്റീവായി മാത്രമേ സംസാരിക്കാറുള്ളൂ. ഐ ഫീൽ കംഫർട്ടബിൾ ട്രൈയിങ് ന്യൂ തിങ്സ്. പുതിയ ഉദ്യമങ്ങളിൽ ഏർപ്പെടാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്ന് മാറ്റങ്ങൾ സ്വീകരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. എൻ്റെ സമാധാനത്തിനായി എന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എനിക്ക് തോന്നാറില്ല. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സിൽ പെട്ടു, അയലത്തെ വീട്ടിലെ രാമുവേട്ടൻ്റെ മകനും ബിസിനസ്സിൽ പരാജയപ്പെട്ടു. എനിക്ക് മാത്രമല്ല മാർക്ക് കുറവ്, എൻ്റെ ചേച്ചിയുടെ മകളും മാർക്ക് കുറവാണ്, കണക്കിൽ തോറ്റു. അങ്ങനെ ഒരു പരാജയം ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് ഒരു സ്വയം സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു കമ്പാരിസൺ അതും ഞാൻ ചെയ്യാറില്ല. ഈ 8 പോയിന്റ്സിൽ ഒരു 6 മുതൽ 6, 7, 8 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള സെൽഫ് എസ്റ്റീം ഉണ്ട് എന്നാണ് അർത്ഥം. ഒരു 4, 5 ആണെങ്കിൽ ഓക്കെ, സെൽഫ് എസ്റ്റീം ഉണ്ട്, ഇറ്റ് ഈസ് ഗുഡ്. പക്ഷേ കുറച്ചുകൂടി നമ്മൾ നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച് നമ്മളിലൊരു ആത്മവിശ്വാസം വളർത്തി എടുക്കേണ്ടതാണ്. ഇനി 0 മുതൽ 4 വരെ ഈ മൈൻഡ് പ്ലസിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ സാധ്യത തീരെ ഇല്ലെങ്കിൽ പോലും അങ്ങനെ ആവുമ്പോൾ നമ്മളെ കുറച്ചുകൂടി സ്വയം സ്നേഹിച്ച് സ്വയം വിശ്വസിച്ച് അതിനുവേണ്ടി ഉയർച്ചയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യം ആണ്. ഇനി ഈ സെൽഫ് എസ്റ്റീം കുറവായാൽ ഭാവിയിൽ നമ്മെ ബാധിക്കാവുന്ന സാധ്യതയുള്ള പ്രശ്നങ്ങൾ കൂടെ ഒന്ന് കടന്നു പോവാം. ഫിയർ ഓഫ് ഫെയിലിയർ, അതായത് പരാജയ ഭീതി. ഇത് പൊതുവെ കണ്ടുവരാറുള്ളത് വിദ്യാർത്ഥികളിലാണ്. തോൽക്കുക എന്ന് വിചാരിച്ചിട്ട് സ്കോളർഷിപ്പിന് അപ്ലൈ പോലും ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതുപോലെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി ഗ്രൗണ്ടിലെത്തി, അയ്യോ ഇത് ടെസ്റ്റിൽ ഞാൻ വിജയിച്ചിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക, ആകെ നാണക്കേട് അല്ലേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന ആൾക്കാരെ നമുക്കറിയാം. ഇവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടും. പിന്നെ ഒരു വളർച്ചയുടെ ഒരു പുരോഗതി നഷ്ടപ്പെടും. ഇനി അടുത്തത് ഡിഫിക്കൽട്ടി ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഏതെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് പ്രത്യേകിച്ച് ഓപ്ഷനുകൾ ഉണ്ടാവുമ്പോൾ ഒരു തീരുമാനത്തിൽ എത്താനുള്ള ഒരു ആശങ്ക, ഏതാണോ ശരി എന്നുള്ളത്. ഒരു നിസ്സാരമായ കാര്യം മുതൽ ഒരു സർബത്ത് കുടിക്കണോ ഒരു ജ്യൂസാണോ കുടിക്കണോ, അതുപോലെ +2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഞ്ചിനീയർ ആവണോ ഡോക്ടർ ആവണോ, അതോ അച്ഛൻ്റെയും അമ്മയുടെയും നടക്കാത്ത സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകണോ, എനിക്കിഷ്ടമുള്ള ആർട്സ് വിഷയം എടുക്കണോ, അങ്ങനെ ആവുമ്പോൾ എന്താ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചിന്തിക്കുന്ന ഒരുപാട് കുട്ടികൾ. അതുപോലെ ജോലി മാറണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും അവരുടെ ആ അവസരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് ജീവിതത്തിലെ പ്രശ്നങ്ങളെ സ്വയം നേരിടാൻ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ റിയാക്ട് ചെയ്യേണ്ടടുത്ത് റിയാക്ട് ചെയ്യാൻ പറ്റാതെ വരും. പ്രത്യേകിച്ച് ഈ ഡിസിഷൻ മേക്കിംഗ് ഡിഫിക്കൽട്ടി കാണാറുള്ളത് കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും അനാവശ്യമായി മൈൻഡ് യുവർ ഓൺ ബിസിനസ് ഒരു പ്രത്യേക കാലം കഴിഞ്ഞാൽ മാതാപിതാക്കളും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും എന്താ ലഞ്ച് കഴിക്കേണ്ടതെന്ന് പോലും മാതാപിതാക്കൾ തീരുമാനിച്ചാൽ ഒരു ഹോസ്റ്റലിൽ എത്തിയ കുട്ടിക്ക് പിന്നെ അവിടെ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല. സീക്കിംഗ് കോൺസ്റ്റന്റ് വാലിഡേഷൻ. ഒരു വ്യക്തിക്ക് തൻ്റെ പ്രവൃത്തികൾ, തീരുമാനം, എന്തിനും വ്യക്തിത്വം പോലും മറ്റുള്ളവരുടെ അഭിപ്രായത്തിനും അംഗീകാരത്തിനും അനുസരിച്ച് എന്നുള്ള ചിന്ത. ചെയ്യുന്നത് ശരിയാണെങ്കിലും അയ്യോ ഞാൻ ഇത് ചെയ്തത് ശരിയായില്ലേ, അതോ ഇത് ശരിയാവണമായിരുന്നോ. ഇനി നമ്മളെപ്പോഴും കാണാറുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് എത്ര കമൻറ്റും അതുപോലെ എത്ര ലൈക്കും കിട്ടി, ഇനി എനിക്ക് ലൈക്ക് ചെയ്തില്ലല്ലോ ഞാൻ അവർക്ക് ലൈക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ചിന്തകൾ. അത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു വ്യക്തിസ്പർദ്ധകൾക്ക്, ഒരു റിലേഷൻഷിപ്പിനൊരു ചെറിയൊരു കെട്ട് വരുത്തും. പിന്നെ ഇവരുടെ പ്രധാന പ്രശ്നം ഇവർക്ക് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. എല്ലാവരോടും ഇങ്ങനെ നടന്ന് ചോദിച്ചിട്ട് അവസാനം ആ തീരുമാനങ്ങൾ ഒരു നല്ല തീരുമാനത്തിൽ എത്തപ്പെടാൻ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അതൊരു വ്യക്തിത്വത്തിൻ്റെ ഒരു അനിശ്ചിതത്വമായിട്ട് കണക്കാക്കാം. പുവർ റിലേഷൻഷിപ്പ് നമ്മൾ പറയും ചിലപ്പോൾ അപക്വമായ ബന്ധം ഒരു ദുരന്തമാണ് എന്നൊക്കെ. ഇത് പരസ്പര ആശയവിനിമയത്തിൻ്റെ അഭാവം, അതുപോലെ അത് കഴിഞ്ഞിട്ട് അവഗണന, മാനസിക പീഡനം, ഇതൊക്കെ ആകുമ്പോൾ വീട്ടിലത്തെ ബന്ധങ്ങൾ ശരിയല്ല എന്ന് കുട്ടികൾക്ക് ഇപ്പോൾ മാതാപിതാക്കളുമായിട്ട് അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരില്ല എന്നും വലിയ വഴക്കാണെങ്കിൽ കുട്ടികൾ അവര് കാണുന്ന ബന്ധങ്ങൾ, അതായത് സുഹൃത്ത് ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അതിലേക്ക് പോവാൻ വളരെയധികം സാധ്യതയുണ്ട്.
ഇനി സ്ട്രഗിൾ വിത്ത് സെയിങ് നോ. നമ്മളുടെ മൈൻഡ് പ്ലസ് സെഷനിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നോ എന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാകാറില്ല. ഇപ്പോൾ വിദ്യാർത്ഥികളിൽ കാണാറുള്ളത് അവർ ഈ സ്മോക്കിങ്ങിലേക്കൊക്കെ 9-10 ക്ലാസ്സുകളിലൊക്കെ ആകുമ്പോൾ ഒരു സിഗരറ്റ് എവിടുന്നെങ്കിലും ഒന്ന് വലിച്ചു വന്നിട്ടുണ്ടാവും. എന്നിട്ട് മറ്റുള്ള കുട്ടികളോട് ചോദിക്കും ഒരു സിഗരറ്റ് വലിക്കണമെന്ന്. ഈ സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരമാണ്, അത് സൊസൈറ്റി അംഗീകരിക്കില്ല എന്നൊക്കെ അറിയാമെങ്കിലും ഈ സുഹൃത്തുക്കളോട് നോ എന്ന് പറയേണ്ട മടിക്ക് വേണ്ടിയിട്ട് അവരതിൽ ചെന്ന് ചാടും. അങ്ങനെയാണ് അത് ഈ ഡ്രഗ്സും ഡ്രിങ്ക്സും ഒക്കെ കുട്ടികൾ ഉപയോഗിക്കുന്നത്. ഇതിന് കുറേ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്വയമായിട്ടുള്ളൊരു ശക്തി മനസ്സിൽ നിന്ന് വരാതെ ഞാനൊരു പിയർ ഗ്രൂപ്പിൻ്റെ ഒരു പാർട്ടാവണം, അത് അവരെ സ്വീകരിക്കപ്പെടണം. പിന്നെ ഫ്രണ്ട്ഷിപ്പിന് വളരെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒരു ഗിൽറ്റി ഫീലിംഗ് ആണ്, അയ്യോ ഫ്രണ്ട്സ് ചെയ്യണത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ അവർ അലൈനേറ്റ് ആക്കപ്പെടില്ലേ എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് മാനസിക സമ്മർദ്ദം, ഹെൽത്ത് ഇഷ്യൂസ്, അതുപോലെ ഊർജം, പണം, ഇതൊക്കെ. അടുത്തത് ലോ റീസൈലൻസ്. ലോ റീസൈലൻസ് എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് കരകയറാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഇത് ചിലപ്പോൾ ചില സമയത്തൊരു മടി കാണാം ആൾക്കാർക്ക്, മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാവുന്നതാണ്. പിന്നെ അതിനു വേണ്ടിയിട്ടൊരു ഊർജം മനസ്സിൽ നിന്ന് ഉണ്ടാക്കി എനിക്കിതിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്തയില്ലാത്തത് കൊണ്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അവർക്ക് ഭാവിയിലേക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ആൻഷൈറ്റി ആൻഡ് ഡിപ്രഷൻ, ലോ റീസൈലൻസിനോട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ആൻഷൈറ്റി, ഡിപ്രഷൻ. ഇപ്പോൾ കുട്ടികൾക്ക് ഒരു പരീക്ഷയ്ക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു, അപ്പോൾ അയ്യോ ഇനി ബാക്കിയുള്ള പരീക്ഷകളൊക്കെ എങ്ങനെ ആവുമെന്നുള്ള പേടി. പരീക്ഷാ കാലത്ത് ആ വീട്ടിലുള്ള എല്ലാവർക്കും പേടി. അത് കഴിഞ്ഞ് കുട്ടിക്ക് ഏതെങ്കിലും കാര്യത്തിൽ മാർക്ക് കുറഞ്ഞു എന്ന് കണ്ടാൽ ഡിപ്രഷൻ. അമ്മമാർ എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ആവണു. എന്താ ഡിപ്രഷൻ്റെ കാര്യം? സ്കൂൾ തുറന്നിട്ട് ഈ കുട്ടിയെ 9C-ന്ന് 10D-ക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഡിപ്രഷൻ, കാരണം ഫ്രണ്ട്സ് മാറി. ഇന്ന് ഡിപ്രഷന് മരുന്ന് കഴിക്കാൻ പോവുക. ഇത് ഈ സോക്കാൾഡ് ഡിപ്രഷൻ എന്ന് പറയും ഞാൻ അവരോട്. അപ്പോൾ എവിടുന്നാണ് ഈ ഡിപ്രഷൻ എന്നുള്ള വാക്ക്? സിനിമകളിൽ നിന്നൊക്കെ കിട്ടി. ഈ യഥാർത്ഥ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളെങ്ങനെ പെരുമാറുക, അതുപോലെ ഈ കുട്ടികൾ പേടിപ്പിക്കാൻ തുടങ്ങും. പിന്നെ ചിലപ്പോൾ അത് അമ്മമാർ പറയും എനിക്ക് ജീവിതമേ വേണ്ട, കാരണം കുട്ടിക്ക് മാർക്ക് കുറവാണ്. അതൊക്കെ ഒരു സെൽഫ് എസ്റ്റീമിൻ്റെ ഒരു കുറവ് കൊണ്ടതാണ്. ലിമിറ്റഡ് ഗ്രോത്ത്, നമ്മൾ പറയും പൊട്ടക്കിണറ്റിലെ തവള, വളർച്ച മുരടിച്ചു പോവുക, വ്യക്തിപരമായിട്ട് ജോലിയിലുള്ള, അതുപോലെ വിദ്യാഭ്യാസപരമായ വളർച്ച, ആത്മീയപരമായ വളർച്ച. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇവർ സ്വയം സ്കില്ല് വികസിപ്പിക്കാൻ തയ്യാറില്ല, അതുപോലെ പുതിയ മാറ്റങ്ങൾക്കായി ശ്രമിക്കുന്നില്ല, ഒരു പുസ്തകം വായിക്കില്ല, മാറ്റത്തെ പേടി. ഇതെല്ലാം ഉയർച്ചയുടെ പടവുകൾ കയറാനുള്ള ബുദ്ധിമുട്ടുകളാണ്. ഇനി പ്രാക്ടിക്കൽ വേസ് ടു ബൂസ്റ്റ് സെൽഫ് എസ്റ്റീം. ഞാൻ ഇത്രയും മൈൻഡ് പ്ലസ് എംബ്ലംസ് കൊടുക്കാൻ കാരണം ഓരോ മൈൻഡ് പ്ലസ് സെഷനുകൾക്കൂടെയും എല്ലാ മെൻറ്റേഴ്സും, പ്രത്യേകിച്ച് ഉണ്ണീഷൻ സാറും ജോർജ് സാറും എടുക്കുന്ന എല്ലാ ക്ലാസ്സിലും നമുക്ക് സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസും വർദ്ധിപ്പിക്കാനുള്ള ഏതെങ്കിലും ഒരു തീം ഉണ്ടാവും. എങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ട് സെൽഫ് എസ്റ്റീം ബക്കറ്റ്. ആ സെൽഫ് എസ്റ്റീം ബക്കറ്റിൽ തുള എങ്ങനെയെങ്കിലും വീണ് കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ കരകയറാമെന്നുള്ള ഒരു ചെറിയ കാര്യങ്ങൾ. ബിലീവ് ആൻഡ് ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ്. സ്വയം വിശ്വസിക്കുക. അതായത് എന്ത് പ്രശ്നങ്ങൾ വന്നാലും എനിക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുമെന്ന ചിന്ത. തൻ്റെ കഴിവുകളിലും തീരുമാനങ്ങളിലും ലക്ഷ്യങ്ങളിലും വിശ്വസിക്കുക. പ്രതിസന്ധികളിൽ പോലും താൻ എടുക്കുന്ന തീരുമാനങ്ങൾ, അതിനുവേണ്ടി കുറച്ച് നമ്മളുടെ സ്കില്ല് വർദ്ധിപ്പിക്കാനുണ്ട്. ആശങ്കകൾ അങ്ങനെയാണെങ്കിൽ അസ്തമിക്കും. നമ്മൾ സാധ്യതകളെ കുറിച്ച് കൂടുതൽ ചിന്തിച്ച് നമ്മുടെ കാഴ്ചപ്പാട് മെച്ചപ്പെടുത്തും. അതുപോലെ ഈ പരാജയത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് വിജയത്തിലേക്കുള്ള പാതയിലൂടെ യാത്ര തുടരും. ഡ്രോ എ മെൻ്റൽ പിക്ചർ ഓഫ് ദ ഐഡിയൽ യു. മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു നല്ല സ്വരൂപം സൃഷ്ടിക്കുക, ഒരു സ്വപ്ന സ്വരൂപം. നിങ്ങൾ ആരാവാൻ ആഗ്രഹിക്കുന്നുവോ, ഗുണത്തിലും സ്വഭാവത്തിലും ചിന്താഗതിയിലും മെച്ചപ്പെട്ട ഒരു നിങ്ങൾ. ഇനി ആ രൂപത്തെ മാറി നിന്ന് വീക്ഷിക്കുക. ഉദാഹരണത്തിന് ഒരു എഴുത്തുകാരിയായി
മറ്റുള്ളവരുടെ പ്രതിബദ്ധതയും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയും സത്യസന്ധതയുമുള്ള ഒരു എഴുത്തുകാരിയായി, മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രമായി ഒരു സ്റ്റേജിൽ സെൽഫ് എസ്റ്റീം പ്രതിഫലിക്കുന്ന മുഖത്തോടെ ഒരു മോട്ടിവേഷണൽ സ്പീച്ച് കൊടുക്കുന്നതായി സ്വപ്നം കാണും, വിഷ്വലൈസ് ചെയ്യും. തുടർന്ന് നമ്മുടെ ശരീരവും സമയവും മനസ്സും അതിലേക്കുള്ള യാത്രയിലാവും, ആകർഷിക്കപ്പെടും. അത് പ്രപഞ്ചശക്തികൾ നമ്മളുടെ കൂടെ നിൽക്കും. ക്രിയേറ്റ് എ പോസിറ്റീവ് എൻവയറമെൻറ്റ് വിത്ത് ഓപ്റ്റിമിസ്റ്റിക് പീപ്പിൾ, ബിൽഡ് ഹെൽത്തി റിലേഷൻഷിപ്പ്. ശുഭാപ്തി വിശ്വാസമുള്ളവരുമായി സാന്ദ്രവും സ്വച്ഛവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. നല്ല ചിന്തകളും പ്രചോദനങ്ങളും നൽകുന്ന വ്യക്തികൾ, അവർ പൊതുവെ ഉത്സാഹഭരിതരും ആത്മവിശ്വാസമുള്ളവരും ആയിരിക്കും. അവരുടെ ഉത്സാഹം നമ്മളിലേക്ക് പകരും. ഈ സെൽഫ് എസ്റ്റീം ബക്കറ്റിന് വലിയ തുളയുണ്ടാക്കാൻ ആയി കഴിവുള്ളവരാണ് ഈ നെഗറ്റീവ് ആശയങ്ങൾ പ്രസരിപ്പിക്കുന്നവർ. അവരിൽ നിന്നും 10 മുഴം മാറി നിൽക്കണം. ചിലപ്പോൾ അവർ നമ്മുടെ ബക്കറ്റ് തന്നെ പൊളിച്ചു കളയാൻ സാധ്യതയുണ്ട്. ഇനി ലേൺ ടു സേ നോ. അത് പലപ്പോഴും നമ്മളിവിടെ എടുത്തിട്ടുള്ളൊരു വിഷയമാണ്. ഈ നമ്മൾ നോ എന്ന് പറയാൻ പഠിച്ചാൽ നമ്മൾക്കൊരു ആത്മമതിപ്പ് വർദ്ധിപ്പിക്കുന്നു. അതായത് സ്വയം ഒരു മതിപ്പ്, ഏത് പ്രലോഭനത്തിനെയും ചെറുക്കാൻ എനിക്ക് കഴിയും, അങ്ങനെ കഴിയുന്ന ഒരാളാണ് എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞാ വാചകം നമുക്ക് ചൊല്ലിക്കൊണ്ട് നോ എന്ന് പറയാം. അത് മനസ്സിൻ്റെ ഊർജം വളർത്താൻ സഹായിക്കുന്നു. എക്സ്പെക്ട് ദ ബെസ്റ്റ് ദൈനംദിന ഉത്തേജക വാക്യമായി ഉപയോഗിക്കാവുന്ന ഒരു വാക്യമാണത്. അതായത് പ്രതീക്ഷ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു കാര്യം. ഇന്നെല്ലാം മികച്ചതാണ് സംഭവിക്കുക എന്ന് രാവിലെ തന്നെ നമ്മൾ ചിന്തിക്കാൽ അത് വിജയത്തിലേക്കുള്ള വഴി തെളിയിക്കുന്നു. അതിനായി നമ്മളും പരിശ്രമിക്കും. അപ്പോൾ നമുക്ക് ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ വലുതാക്കാം. നാം എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നാം ആകുന്നത് എന്ന് എപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് കാരണം അങ്ങനെ നല്ല കാര്യങ്ങൾ ചിന്തിച്ച് ശ്രദ്ധാപൂർണതയോടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മേന്മ വർദ്ധിക്കുന്നു. അവർ ഒരിക്കലും ഫലം നൽകാതിരിക്കില്ല. എംബ്രേസ് പേഴ്സണൽ ഗ്രോത്ത്. സ്വന്തമായ വളർച്ചയെ ആലിംഗനം ചെയ്യുക തുറന്ന മനസ്സോടെ. ഞാൻ എൻ്റെ വ്യക്തിത്വ വികസനത്തെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. ഓരോ ദിവസവും ഞാൻ വളരുന്നു എന്ന അഫർമേഷനോട് കൂടി നമുക്ക് ഈ സെഷൻ അവസാനിക്കുന്ന രീതി. സെൽഫ് എസ്റ്റീം മസ്റ്റ് റൈസ് ഫ്രം വിത്തിൻ യു, ഫ്രം ദ ഡീപ്പ് അവെയർനെസ് ഓഫ് ഹൂ യു ട്രൂലി ആർ. ഈ സെൽഫ് എസ്റ്റീം നമ്മുടെ മനസ്സിൽ നിന്ന് രൂപപ്പെടേണ്ടതാണ്. അതായത് നാം ഉള്ളിലേറ്റിയ ഒരു പ്രകാശമാണ് സെൽഫ് എസ്റ്റീം, നമ്മുടെ യഥാർത്ഥ സ്വരൂപം. അത് അനുഗ്രഹത്താൽ പ്രയത്നത്താൽ നേടിയെടുത്ത ഒരു ശാന്ത സംഗീതം, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പടർന്നിട്ടുള്ള ഒരു സത്യപ്രകാശം എന്ന് നമുക്ക് പറയാം. ഈ വിശാല ലോകത്ത് നമ്മളെപ്പോലെ മറ്റൊരു ചിറകും വിരിയുന്നില്ല, മറ്റൊരു ഹൃദയവും ഇങ്ങനെ മിടിക്കുന്നില്ല. ഓരോ മനസ്സിനും സ്വന്തമായൊരു സംഗീതമുണ്ട്. ഓരോ ആത്മാവിനും അനന്തമായൊരു മൂല്യമുണ്ട്. ആ മൂല്യത്തെ നമ്മളും അംഗീകരിക്കണം. ഇനി നമുക്ക് മെഡിറ്റേഷനിലേക്ക് കിടക്കാം.